തിരുവനന്തപുരം നഗരസഭാ പ്രദേശത്ത് 5 ദിവസമായി പൈപ്പ് പൊട്ടി നടുറോഡിലൂടെ ഒഴുകുന്നത് 10,000 ലിറ്റർ കുടിവെള്ളം. കമലേശ്വരം വാർഡിൽ ആര്യൻകുഴി ഭാഗത്ത് വെള്ളം കിട്ടാതെ ആളുകൾ വലിയുമ്പോഴാണ് റോഡിലൂടെ വെള്ളം ഒഴുകുന്നത്. ഗ്യാസ് പൈപ്പ് ലൈനിനു വേണ്ടി റോഡിനടിയിലൂടെ സമാന്തര പൈപ്പ് സ്ഥാപിച്ചപ്പോൾ ജലവിതരണ കുഴൽ തകരുകയായിരുന്നു. മന്ത്രി വി ശിവൻകുട്ടി പ്രതിനിധീകരിക്കുന്ന നിയമമണ്ഡലത്തിലെ കമലേശ്വരം മുനിസിപ്പൽ വാർഡിലാണ് 5 ദിവസമായി ജലവിതരണം മുടങ്ങിയത്. കുടിക്കാനും കുളിക്കാനും ഒന്നും വെള്ളമില്ല. ദശലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളമാണ് പാഴായി പോയിരിക്കുന്നത്. കൊടും ചൂട്, ഒരു വെള്ളം പോലും ഇവിടെ നിന്ന് വാങ്ങാൻ കഴിയാത്തൊരവസ്ഥ. ഇത് 4-5 ദിവസമായി ജനങ്ങൾ ദുരിതത്തിലാണ്. ആര്യൻകുഴി നളന്ത ഭാഗത്തുള്ള ഏകദേശം 500ഓളം കുടുംബങ്ങൾ ഒരു നേരത്തെ പാചകം ചെയ്യുവാനും ചെയ്യുവാനുള്ള വെള്ളവും അതുപോലെ തന്നെയാണ് അവർക്ക് പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയുന്നില്ല. CPM കൗൺസിലറായ വിജയകുമാരിയും ഈ വിഷയത്തിൽ ഇടപെട്ടില്ലെന്ന് നളന്ത ആര്യൻകുഴി വല്യവീട് റെസിഡൻസ് നിവാസികൾ പറയുന്നു. നമ്മളിതുപോലുള്ള എല്ലാ വിഷയങ്ങളും കൃത്യസമയത്ത് ഇതിൻ്റെ വാർഡിൻ്റെ പ്രതിനിധി അറിയിക്കാറുണ്ട്. പക്ഷേ ഇതെല്ലാം ഒരു കാട്ടിക്കൂട്ടൽ പോലെ ഇവിടെ വന്ന് ഇതെല്ലാം നോക്കിയിട്ട് പോകുന്നതല്ലാതെ ഇതിന് ശാശ്വതമായൊരു പരിഹാരം ഉണ്ടാക്കാനോ ഇതിന് എന്തെങ്കിലും ഒരു പ്രതിഷേധം അവരുടെ ഭാഗത്തു നിന്നൊരു പ്രതിഷേധം ഉണ്ടാക്കി ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാനോ ഒരു ശ്രമവും ഉണ്ടാവുന്നില്ല. ഈ റോഡിൽ എത്തുന്ന ഒരു വണ്ടിയൊക്കെ ഒരു കൊച്ചുങ്ങൾക്കോ നടന്നു പോകാനുള്ള ഒരു അവസ്ഥയാണ്. പൈപ്പ് പൊട്ടിയ റോഡിലൂടെ നടന്നു പോലും പോകാൻ പ്രയാസം. പലരും വാഹനങ്ങളിൽ വില കൊടുത്ത് വെള്ളം വാങ്ങുകയാണിവിടെ. സമരം നടത്താതെ രക്ഷയില്ലെന്ന് നാട്ടുകാർ. കമലേശ്വരം റോഡ് ഉപരോധിക്കാൻ വേണ്ടി എല്ലാ രാഷ്ട്രീയ പാർട്ടികളെ ഉൾപ്പെടുത്തി നമ്മളെ ജനങ്ങളെല്ലാം കൂടെ നേതൃത്വത്തിൽ നടത്താൻ വേണ്ടിയാണ്. രാഷ്ട്രീയം എല്ലാം മാറ്റിവെച്ചിട്ട് ചെയ്യണമെന്നുള്ളതാണ് നമ്മളെ തീരുമാനം. ചെളിവെള്ളം അടിയുമ്പോൾ അത് കോരിയെടുത്താണ് പലരും പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റുന്നത്. ഇനി വോട്ട് തേടിയെത്തുന്ന ഭരണകക്ഷിക്കാരെ കാത്തിരിക്കുകയാണ് ഈ വോട്ടർമാർ. ജനം, തിരുവനന്തപുരം.